ലോകം കാണണോടാ ഇറങ്ങി ലോകം കാണു നീ. എന്റെ കൂടെ വന്നിട്ടല്ലേടി നീ ലോകം കണ്ടത്? അതിനു മുമ്പ് ഞാൻ ലോകം കണ്ടിട്ടുണ്ടാ. എനിക്ക് മനസ്സിലായി, കണ്ടിട്ടുണ്ട്. ഈ വീട് കെട്ടിയതിനു ശേഷം ഞാൻ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വാങ്ങിച്ചോണ്ട് വന്നായിരുന്നോ? അപ്പൊ നീ എന്താ ചോദിച്ചത്? എന്ത് ചോദിച്ചത്? തലയില്ലാത്ത കുക്കിന്റെ പ്രതിമ എന്തിനാ വാങ്ങിച്ചോണ്ട് വന്ന്? അവൾ ആ ലോകം കണ്ടില്ലേ പറഞ്ഞു. എടാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചോദിക്കണോ എന്റെ കുടുംബത്തിൽ ഇരുന്നിട്ട്? നീ ചെവിയെ നുള്ളിക്കോ ഗോപാല. എന്റെ അച്ഛൻ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ ലോകം കാണും. നിന്റെ അച്ഛന്റെ ആരോഗ്യത്തെ കുറിച്ചൊന്നും പറയല്ലോ. സത്യം, ഞാനിവിടെ വരുമ്പോ ഈ പൈപ്പിനകത്ത് വളഞ്ഞൊരു അസ്ഥി കൂടെ അങ്ങനെ കണ്ണിങ്ങനെ ചിമ്മിയപ്പോഴാ അതിന് ഉയരുണ്ടെന്ന് മനസ്സിലായി. ജോലി കഴിഞ്ഞ് 8 മണിക്ക് വീട്ടിലെത്തും. പോയി കുളിയെ കഴിച്ച് 9 മണിയാകുമ്പോൾ വരും. 9 ആകുമ്പോൾ ചോറ് കഴിക്കും. ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ കിടക്കും. പിള്ളേരങ്ങോട്ട് ഉറങ്ങി കിടന്ന പിന്നെ കോള. അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ, അതൊന്നും ഇവിടെ പറയണ്ട. അയ്യോ അതല്ല, ഫോൺ കോളാണ്. ഫോൺ കോള് വരും രാത്രില്. രാത്രി ഫോൺ കോള് വന്ന് ഭയങ്കര സംസാരം അവിടെ രാത്രി. അല്ലല്ല ഞാൻ പറയട്ടെ, എപ്പോ നോക്കിയാലും അടക്കി പിടിച്ചുള്ള സംസാരം. ആരടുത്ത സംസാരിക്കുന്ന ചോദിക്കും. ആരടുത്താ സതീഷ് സംസാരിക്കുന്നത് രാത്രി? ആരോട് രാത്രിയിലാകുമ്പോ ശരിയാണ്, 10-10:30 ആകുമ്പോ നമ്മളെ കൺട്രാക്ട് വിളിക്കും. അത് അടക്കി പിടിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താണ്? കൺട്രാക്ട് വിളിക്കുമ്പോ ഇങ്ങനെയാണോ ഫോൺ ചെയ്യേണ്ടത്? ഹലോ, അമ്മ ഉറങ്ങിയോ? ഈ അടക്കി പിടിച്ച് സംസാരിക്കണം. പുള്ളിക്ക് 2 അറ്റാക്ക് വന്ന പുള്ളിയാ. ഞാൻ പൊട്ടിത്തെറിച്ചെന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അറ്റാക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആര് സമാനം പറയും? അതുകൊണ്ടാ സാറേ ഉറങ്ങാൻ നേരത്തെ കൺട്രാക്ടിന് 2 ഉമ്മയും കൊടുത്തിട്ടാ കിടക്കുന്നത്. കൺട്രാക്ടിന് ഉമ്മ കൊടുക്കേണ്ട കാര്യം എന്താണ്? എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ ആ കൺട്രാക്ടിനെ കാണുന്ന അറിയാവോ? നീ എന്നോട് ഈ ചതി ചെയ്യണ്ടായിരുന്നേ കുമാരേട്ടാ. നമ്മുടെ സ്നേഹബന്ധം വീട്ടുകാരെ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചാനായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് വേറെ കല്യാണാലോചന കൊണ്ടുവന്നത്. എന്റെ കല്യാണമായപ്പോ കുമാരേട്ടൻ ഞാൻ എവിടെയെല്ലാം തിരക്കിയെന്നറിയാമോ? ഈ ദേശം, ഈ നാട്, എല്ലാ സ്ഥലങ്ങളിലും പോയി കുമാരേട്ടനെ തിരക്കിയായിരുന്നു. നീ നാട്ടിലും എല്ലാ സ്ഥലത്തും തിരക്കിയ സമയത്ത് നീ കഴക്കൂട്ട് ഐശ്വര്യയിൽ ഒന്ന് വന്നാൽ മതിയായിരുന്നു. ആ സ്വന്തക്കാരുടെ വീടാണ്. നീ പോയ വിഷമത്തിന് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാം. അതുപോലെ എന്റെ കല്യാണ സമയത്ത് അന്ന് എവിടെയായിരുന്നു? മുംബൈ. ഞാൻ പുറകിലായിരുന്നു. ആരെ പറകെ? ഇപ്പൊ കല്യാണം കഴിച്ച വിജയനന്റെ പുറകില്. നന്നായി ഈച്ചട്. ഓ എടി എന്നെ എവിടെ ഇരിക്കുന്നത്? തേക്കാൻ തലേ തേക്കണമെന്ന്. അന്നാ കിരട്ടിന്റെ പാതയെത്തിരി പോണ്ടെന്നാ. ഒരു കാര്യം ചെയ്യും, ഞാൻ വന്നിട്ട് തലയിൽ നല്ലോണം തേച്ചു തരാം കേട്ടാ. ഇപ്പോഴും തേപ്പിനൊട്ടും കുറവില്ല അല്ലേ? നിങ്ങളെ പോലെ ഒരു കോഴിയുടെ കൂടെ ജീവിച്ച എന്നെ വേണം പറയാൻ. നീ എനിക്ക് മടുത്ത്. എന്നെ മടുത്ത് ചെലവിനായിരുന്നു ഞാൻ നിനക്ക് ഇപ്പൊ ബാധ്യത. എടി നിനക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് കൊണ്ട് കളയടി എന്നെ വല്ല ലേഡീസ് ഹോസ്റ്റലിലും. ലേഡീസ് ഹോസ്റ്റലിൽ കളഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി പോയല്ലോ. അങ്ങനെ സുഖിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തോ? നിങ്ങളെ സുഖിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എവിടാടി സുഖം കിട്ടിയിട്ടുള്ളത്? അതെന്ത് വർത്താനത്? നിങ്ങൾക്ക് ഞാൻ സുഖവും സന്തോഷം തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. സുഖവും സന്തോഷവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണ്? രാവിലെ ഞാൻ പണിക്കിറങ്ങി പോയിട്ട് നല്ല വിയർത്തൊലിച്ച് പണി ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുമ്പോ എന്റെ ബെഡ്റൂമിലോട്ട് ഞാൻ കേറും. ചുമ്മാരി പറയട്ടെന്ന്. എന്നിട്ട് എന്റെ ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞിട്ട് പറയട്ടെന്ന്. എന്നിട്ട് ദാണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒരു ചൊറിച്ചില് ചൊറിയും. എന്റെ അമ്മോ, അന്നേരം കിട്ടണ സുഖം ബുർജ് ഖലീഫയുടെ മണ്ടെന്ന് തള്ളിയിട്ട ഒരു അല്ലാതെ ഈ കുടുംബത്തിൽ നിന്ന് എനിക്കൊരു സുഖം കിട്ടിയിട്ടില്ലേ. സാറേ, പഠിപ്പിക്കണവർ തന്നെ ഇവിടെ എങ്ങനെയാ പഠിപ്പിക്കണേ? എന്റെ കൊച്ചി ഇപ്പം വേണ്ടാന്ന് പറയില്ല, മാണ്ടാന്നേ പറയുള്ളൂ. കൊച്ച് മാണ്ടാന്ന് പറയില്ല. അവന്റെ സാറ് മലയാളം പഠിപ്പിക്കണ അങ്ങനെ മാണ്ടാന്ന് പഠിപ്പിക്കണേ. അയാൾക്ക് മലയാളം സംസാരിച്ചിരുന്ന കൊച്ചാണ്. ഇവിടെ മലയാളം ഭാഷ ഇല്ലാത്തതിന് ശേഷം എന്നെ ഇവിടെ ക്ലാസ് എടുക്കുന്നത് ഹെഡ് മാഷാണെന്നാണ് പറയണത്. അങ്ങനെ പറയണത്. അതെ, നിങ്ങൾ മാഷന്മാരങ്ങനെ ആക്ഷേപിക്കണ്ട. ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, കുട്ടികളെ സായിപ്പന്മാരാക്കാൻ വേണ്ടിയിട്ട് പല മാതാപിതാക്കളും കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊണ്ടാക്കുക. എന്തുകൊണ്ട് ഇവിടെ കൊണ്ടാക്കണില്ല? നമ്മൾ നന്നായിട്ട് മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. പക്ഷെ നമ്മളാർക്കും വേണ്ട.